ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ പിണറായി വിജയനായിരുന്നില്ല, അതിനേക്കാൾ വലുതായിരുന്നു ഷാഫി പറമ്പിൽ എന്ന ഒരു സ്ഥിതി. ഓഫ് കോഴ്സ് കൂടുതൽ യോഗങ്ങൾ അങ്ങനെ പങ്കെടുത്തുകൊണ്ട് കൂടി ആയിരിക്കാം, എങ്കിൽ പോലും വളരെ വലിയ ആളാണ്. അപ്പോൾ അയാൾ രഹസ്യമായി വർഗീയത പറയുക എന്ന് പറഞ്ഞാൽ അതെന്ത് മര്യാദകേടാണ്. എന്തെങ്കിലും ഒരു തെളിവിൻ്റെ ഒരു അയോട്ടെങ്കിലും കാഫിർ സ്ക്രീൻഷോട്ടിനും തഹലിലേക്കെതിരെയുള്ള മൈക്ക് അനൗൺസ്മെൻറ്റിനും ശേഷമാണ് ഇത് വന്നിരിക്കുന്നത്. ഒരു മനുഷ്യൻ അയാളുടെ ഐഡൻറ്റിറ്റി മുസ്ലിം ആയതുകൊണ്ട് അയാളെ നിങ്ങൾക്കൊരു ക്രിസ്ത്യാനിയെക്കുറിച്ചോ നിങ്ങളൊരു ഒരു ഹിന്ദുവിനെക്കുറിച്ചോ ഇത് പറയില്ല എന്നുള്ളതാണ് ഇതിനകത്ത് അപകടം. കേരളത്തിൽ ഈ രണ്ട് സമുദായത്തിൽ നിന്നും ഇങ്ങനെ തന്നെ ആളുകൾ വന്നിട്ടുണ്ട്. കേരളം ഇനി പൂർണ്ണമായും സെക്കുലറായ നാടാണോ? അല്ല. അത്യാവശ്യം വർഗീയതയൊക്കെ ഉണ്ട്, ചില സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ അണ്ടർബെല്ലിയിൽ ഈ സാധനങ്ങൾ മുഴുവനുണ്ട്. ഷാഫി പറമ്പിലിന് ചില സ്ഥലങ്ങളിൽ കിട്ടുന്ന പിന്തുണയ്ക്ക് നമ്മളാളാണെന്നുള്ള വിചാരമുണ്ട്. അത് കരുണാകരനും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിക്കും എ.കെ.ആന്റണി പരസ്യമായി സഭകളെയൊക്കെ തെറി പറയുന്ന ആളാണ്. ഉമ്മൻചാണ്ടി അങ്ങനല്ല, വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ആളാണ്. അപ്പോൾ അവർക്കൊന്നും കൊടുക്കാത്തത് എന്താ? അവരെല്ലാം ഇത് ഓക്കെ ആയിരിക്കും. ഈ മനുഷ്യൻ എന്തോ കുഴപ്പമാണ്. ഇനി അഥവാ കുഴപ്പമുണ്ടെങ്കിൽ തെളിവ് വരണം. ആദ്യം ഒരു വരി, ഒരു വാക്ക്, എവിടെയെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്നതിൽ ഒരു മര്യാദ ഉണ്ട്. അല്ലെങ്കിൽ നല്ല ഒന്നാന്തരം അസൂയയാണ്, അസൂയപ്പെട്ടുകൊണ്ടിരിക്കുകയുള്ളൂ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ.